മിഡീസ്റ്റ് അവറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി സിറിയയിൽ സന്ദർശനം നടത്തി. സിറിയയുടെ പുനർനിർമ്മാണത്തിന് ഖത്തർ എല്ലാ സഹകരണവും വാഗ്ദാനം ചെയ്തു. ഡമാസ്കസിലെത്തിയ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയെ സിറിയൻ ഭരണത്തലവൻ അബു മുഹമ്മദ് അൽ ജൂലാനിയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘമാണ് സ്വീകരിച്ചത്. പീപ്പിൾസ് പാലസിൽ നടന്ന കൂടിക്കാഴ്ചയിൽ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും സ്വാതന്ത്ര്യവും ഉറപ്പാക്കാൻ ഖത്തർ എല്ലാ സഹകരണവും വാഗ്ദാനം ചെയ്തു. സിറിയയിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന പുതിയ സർക്കാർ നിലവിൽ വരേണ്ടതിന്റെ ആവശ്യകതയും അമീർ സിറിയൻ ഭരണകൂടത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. സുസ്ഥിരതയും വികസന സ്വപ്നങ്ങളും നിറവേറ്റാൻ ഇത് അനിവാര്യമാണ്. വൈകാതെ തന്നെ ഇരു രാജ്യങ്ങളും തമ്മിൽ ഉഭയകക്ഷി സഹകരണം ശക്തമാക്കുമെന്നും അമീർ വ്യക്തമാക്കി. വിവിധ മന്ത്രിമാരുടെ ഉന്നതതല സംഘവും അമീറിനെ അനുഗമിച്ചിരുന്നു. ബഷാർ അൽ അസദ് സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട ശേഷം സിറിയയിലെത്തുന്ന ഏറ്റവും പ്രമുഖനായ രാഷ്ട്ര നേതാവാണ് ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി. മീഡിയ 1 ദോഹ. സിറിയയിൽ അഭയാർത്ഥികൾക്കായി ഖത്തർ പണിത റെസിഡൻഷ്യൽ സിറ്റി നാടിന് സമർപ്പിച്ചു. 8800 പേർക്കുള്ള താമസ സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ 1400 വീടുകൾ, സ്കൂൾ, ആരോഗ്യ കേന്ദ്രം, പള്ളി, മാർക്കറ്റ്. ജീവിക്കാൻ ആവശ്യമായതെല്ലാം ഈ കൊച്ചു ഗ്രാമത്തിൽ ഉണ്ട്. ആഭ്യന്തര യുദ്ധവും പ്രകൃതി ദുരന്തങ്ങളും ജീവിതം തകർത്ത ആയിരങ്ങളുടെ സ്വപ്നങ്ങളും ജീവിതവും ഇവിടെ വീണ്ടും തളിരിടും. ഖത്തർ ചാരിറ്റി ടർക്കിഷ് ഹ്യൂമാനിറ്റേറിയൻ റിലീഫ് ഫൗണ്ടേഷനുമായി സഹകരിച്ചാണ് അൽ അമൽ റെസിഡൻഷ്യൽ സിറ്റി സ്ഥാപിച്ചത്. ഖത്തർ വിദേശകാര്യ മന്ത്രാലയത്തിലെ അന്താരാഷ്ട്ര സഹകരണ സഹമന്ത്രി മറിയം ബിൻത് അലി ബിൻ നാസർ അൽ മിസ്നദ് ഉദ്ഘാടനം ചെയ്തു. വർഷങ്ങളായി അഭയാർത്ഥി ക്യാമ്പുകളിൽ ജീവിച്ച കുടുംബങ്ങൾക്ക് ആശ്വാസമാണ് അൽ അമൽ സിറ്റി. കുടുംബങ്ങളെ വീടുകളിലേക്ക് ഘട്ടം ഘട്ടമായി താമസിപ്പിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. വടക്കൻ സിറിയയിലെ അൽ അമൽ സിറ്റിയിലാണ് മാതൃകാ പദ്ധതി ഒരുക്കിയിരിക്കുന്നത്. മീഡിയ 1 ദോഹ. ദുബൈയിലെ റോഡ് ചുങ്കം സംവിധാനമായ സാലക്കിന്റെ നിരക്ക് മാറ്റം നാളെ മുതൽ നിലവിൽ വരും. തിരക്കേറിയ സമയങ്ങളിൽ നിരക്ക് 6 ദിർഹമായി ഉയരും. രാത്രി 1-ന് ശേഷം സൗജന്യമായി സാലിക് ഗേറ്റിലൂടെ കടന്നുപോകാം. പ്രവൃത്തി ദിവസങ്ങളിൽ തിരക്കേറിയ സമയമായ രാവിലെ 6 മുതൽ 10 വരെയും വൈകിട്ട് 4 മുതൽ രാത്രി 8 വരെയുമാണ് ടോൾ നിരക്ക് 6 ദിർഹമാവുക. നിലവിൽ എല്ലാ സമയത്തും 4 ദിർഹമാണ് ഈടാക്കുന്നത്. ജനുവരി 31-ന് ശേഷം രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെയും രാത്രി 8 മുതൽ പുലർച്ചെ 1 മണി വരെയും 4 ദിർഹം എന്ന നിരക്ക് തുടരും. ദേശീയ അവധിയോ പ്രത്യേക ദിവസങ്ങളോ അല്ലാത്ത ഞായറാഴ്ചകളിലും ടോൾ നിരക്ക് 4 ദിർഹമായിരിക്കും. എല്ലാ ദിവസവും രാത്രി 1 മുതൽ രാവിലെ 6 വരെയാണ് ടോൾ സൗജന്യമാവുക. റമദാനിൽ നിരക്ക് മാറ്റത്തിൻ്റെ സമയത്തിലും മാറ്റമുണ്ടാകും. റമദാനിലെ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 9 മുതൽ വൈകിട്ട് 5 മണി വരെയാണ് 6 ദിർഹം ഈടാക്കുന്നത്. രാവിലെ 7 മുതൽ 9 വരെയും വൈകിട്ട് 5 മുതൽ പുലർച്ചെ 2 വരെയും 4 ദിർഹമായിരിക്കും നിരക്ക്. റമദാനിൽ തിങ്കൾ മുതൽ ശനി വരെയുള്ള ദിവസങ്ങളിൽ പുലർച്ചെ 2 മണി മുതൽ രാവിലെ 7 മണി വരെയായിരിക്കും ടോൾ സൗജന്യമാവുന്നത്. റമദാനിലെ ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ പുലർച്ചെ 2 മണി വരെ 4 ദിർഹമായിരിക്കും നിരക്ക്. പുലർച്ചെ 2 മുതൽ രാവിലെ 7 വരെ ടോൾ സൗജന്യമാകും. മീഡിയ 1 ദുബായ്. സ്വദേശിവൽക്കരണം നടപ്പാക്കുന്ന കമ്പനികൾക്ക് വർക്ക് പെർമിറ്റ് നിരക്കിൽ 30% കിഴിവുമായി ഒമാൻ തൊഴിൽ മന്ത്രാലയം. സ്വദേശി നിയമനങ്ങൾക്ക് പ്രാമുഖ്യം നൽകുന്ന സ്ഥാപനങ്ങളെ പിന്തുണയ്ക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. സ്വദേശിവൽക്കരണ നടപടികൾ ശക്തമായതോടെ ഒമാനിലെ പ്രവാസികളുടെ എണ്ണവും കുറഞ്ഞിട്ടുണ്ട്. ഒമാനിൽ വിവിധ മേഖലകളിൽ സ്വദേശീവൽക്കരണം തുടരുകയാണ്. സ്വദേശീവൽക്കരണത്തിന് മുൻഗണന നൽകുന്ന കമ്പനികൾക്ക് വർക്ക് പെർമിറ്റ് നിരക്കിൽ 30% കിഴിവുകൾ ഉൾപ്പെടെ ആനുകൂല്യങ്ങൾ നൽകാനുള്ള നീക്കമാണ് ഒമാൻ തൊഴിൽ മന്ത്രാലയം നടത്തുന്നത്. സ്വദേശി നിയമനങ്ങൾക്ക് പ്രാമുഖ്യം നൽകുന്ന സ്ഥാപനങ്ങളെ പിന്തുണയ്ക്കുന്നതിന്റെ ഭാഗമായി വേഗത്തിലുള്ള ഇടപാടുകൾ, കാര്യക്ഷമമായ നടപടിക്രമങ്ങൾ, തൊഴിൽ ലൈസൻസ് ഫീസിൽ 30% കിഴിവ് തുടങ്ങിയവ നൽകുമെന്ന് തൊഴിൽ മന്ത്രി മഹദ് ബിൻ സയ്യിദ് ബുവൈനി പറഞ്ഞു. കഴിഞ്ഞ വർഷം പുതിയ വിസ വിലക്കുകൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് പ്രവാസികളുടെ അവസരങ്ങൾ കുറയ്ക്കുകയും രാജ്യത്തേക്കുള്ള റിക്രൂട്ട്മെന്റുകൾ കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. മലയാളികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് വിദേശികളുടെ തൊഴിൽ സാധ്യതകൾക്ക് മങ്ങലേൽക്കുന്നതാണ് വിസ വിലക്കുകൾ. വിദേശികളുടെ ഒഴുക്കിലും ഗണ്യമായ കുറവുണ്ടാകും. ഇന്ത്യക്കാരുൾപ്പെടെ വിദേശികൾ കുറഞ്ഞതായി ഏറ്റവും പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നു. മീഡിയ 1 മസ്കത്ത്. സൗദിയിൽ പുതിയ ജോലി അവസരങ്ങൾ കൂടുതലും ലഭിക്കുന്നത് സ്വദേശികൾക്കെന്ന് കണക്കുകൾ. പുതിയ ജോലി ലഭിച്ചവരിൽ 56% സൗദികളാണ്. ജനറൽ ഓർഗനൈസേഷൻ ഫോർ സോഷ്യൽ ഇൻഷുറൻസിന്റേതാണ് കണക്കുകൾ.
സാധാരണയായി സ്വദേശികളെ അപേക്ഷിച്ച് ജോലി അവസരങ്ങൾ കൂടുതൽ ലഭിച്ചിരുന്നത് വിദേശികൾക്കായിരുന്നു. അത്തരം സാഹചര്യത്തിനാണിപ്പോൾ മാറ്റം വന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ അവസാന പാദത്തിലെ കണക്കുകളാണിപ്പോൾ പുറത്തു വന്നത്. ഇത് പ്രകാരം സ്വകാര്യ മേഖലയിൽ തൊഴിൽ നേടിയത് 2,77,079 ആളുകൾക്കാണ്. ഇതിൽ 55.8% സ്വദേശികളും 44.2% വിദേശികളുമാണ്. ജോലി ലഭിച്ച സ്വദേശികളിൽ 49% വനിതകളുമാണ്. കണക്കുകൾ പ്രകാരം വർഷത്തിന്റെ മൂന്നാം പാദത്തിൽ ഏറ്റവും അധികം സ്വദേശികൾക്ക് ജോലി ലഭിച്ചത് റിയാദിലാണ്. തൊട്ടുപിറകിലായി മക്ക, കിഴക്കൻ പ്രവിശ്യ എന്നിവിടങ്ങളാണ്. സ്വദേശികൾക്കിടയിലെ തൊഴിലില്ലായ്മ നിരക്ക് കുറക്കുന്നതിന്റെ ഭാഗമായി മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. ഇതിന്റെ പ്രതിഫലനം കൂടിയാണ് ഈ നേട്ടം. ഡെന്റൽ, അക്കൗണ്ടന്റ്, ഫാർമസി, എഞ്ചിനീയറിംഗ് തുടങ്ങി 269 പ്രൊഫഷനുകളിൽ കൂടി സൗദിവൽക്കരണം നടപ്പാക്കുന്ന പദ്ധതി ഇതുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഘട്ടം ഘട്ടമായി പദ്ധതി നടപ്പിലാക്കുന്നതോടെ സ്വദേശികളുടെ ജോലി അവസരങ്ങൾ വീണ്ടും വർദ്ധിക്കും. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. കുവൈറ്റിലെ ബാങ്കുകളിൽ അക്കൗണ്ട് തുറക്കുന്നതിനുള്ള മിനിമം ശമ്പള മാനദണ്ഡങ്ങൾ സെൻട്രൽ ബാങ്ക് നീക്കം ചെയ്തു. കുറഞ്ഞ വരുമാനമുള്ള ജോലിക്കാരും വീട്ടുജോലിക്കാരും ഉൾപ്പെടെ എല്ലാ വിഭാഗത്തിലുള്ള ഉപഭോക്താക്കൾക്കും ബാങ്ക് അക്കൗണ്ടുകൾ തുറക്കാൻ അനുവദിക്കണമെന്ന് കുവൈറ്റ് സെൻട്രൽ ബാങ്ക് ബാങ്കുകളോട് നിർദ്ദേശിച്ചു. ഇതോടെ താഴ്ന്ന വരുമാന വിഭാഗത്തിലുള്ള പ്രവാസികൾക്കും ബാങ്ക് അക്കൗണ്ട് തുറക്കാൻ കഴിയും. ഖത്തറിലെ ഇന്ത്യൻ എംബസി അപെക്സ് ബോഡികളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നാളെ നടക്കും. ഓൺലൈൻ വഴി നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഇത്തവണ റൈറ്റ് ടു വോട്ട് എന്ന പ്ലാറ്റ്ഫോം വഴിയാണ് നടക്കുന്നത്. നാളെ തന്നെ ഫലപ്രഖ്യാപനവും ഉണ്ടാകും. ഇന്ത്യൻ കൾച്ചറൽ സെന്റർ, ഇന്ത്യൻ കമ്മ്യൂണിറ്റി ബെനവലന്റ് ഫോറം, ഇന്ത്യൻ സ്പോർട്സ് സെന്റർ എന്നീ അപെക്സ് ബോഡികളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പ്രസിഡന്റ്, മാനേജ്മെന്റ് കമ്മിറ്റി സ്ഥാനങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ്. ഇത്തവണ ഇമെയിൽ അധിഷ്ഠിതമായാണ് വോട്ടെടുപ്പ്. ICC, ICBF, ISC അംഗങ്ങളായ വോട്ടർമാർക്ക് അവർ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ വഴി റൈറ്റ് ടു വോട്ട് പ്ലാറ്റ്ഫോമിൽ വോട്ട് ചെയ്യാം. വോട്ടർമാരുടെ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ IDയിലേക്ക് വോട്ട് ചെയ്യാനുള്ള ലിങ്ക് ലഭിക്കും. ലോഗിൻ ചെയ്ത ശേഷം വോട്ടർ സെൽഫി എടുത്ത് സമർപ്പിക്കണം. തുടർന്ന് ബാലറ്റ് പേജിൽ പ്രവേശിച്ച് തങ്ങളുടെ വോട്ടിംഗ് പൂർത്തിയാക്കി ഡൺ പ്രസ് ചെയ്യുന്നതോടെ വോട്ടിംഗ് പൂർണ്ണമാകും. പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്ക് ഒരു വോട്ട് മാത്രമാണ് ചെയ്യാൻ കഴിയുക. മാനേജ്മെന്റ് കമ്മിറ്റികളിലേക്ക് ഒരാൾക്ക് 4 വോട്ട് ചെയ്യാം. 3 അപെക്സ് ബോഡികളിലേക്കും നിലവിലെ പ്രസിഡന്റുമാർ ഇത്തവണ മത്സരിക്കുന്നുണ്ട്. ICCയിൽ നിലവിലെ പ്രസിഡന്റ് AP മണികണ്ഠനെതിരെ ഷെജി വലിയകത്താണ് മത്സരിക്കുന്നത്. ICBFൽ ഷാനവാസ് ബാവ, സാബിത് സഹീർ, സിഹാസ് ബാബു എന്നിവരാണ് പ്രസിഡന്റ് സ്ഥാനാർത്ഥികൾ. ISCയിൽ AP അബ്ദുറഹ്മാനും ആഷിഖ് അഹമ്മദും തമ്മിലാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരം. മീഡിയ 1, ദോഹ. ഫ്രഞ്ച് നിർമ്മിത റഫാൽ പോർ വിമാനങ്ങൾ സ്വന്തമാക്കി UAE. പാരീസിൽ നടന്ന ചടങ്ങിൽ ആദ്യ വിമാനങ്ങൾ UAE പ്രതിരോധ മന്ത്രാലയം കൈപ്പറ്റി. 80 ഫൈറ്റർ ജെറ്റുകൾക്കാണ് ഫ്രാൻസുമായി UAE കരാർ ഒപ്പിട്ടിരിക്കുന്നത്. ഫ്രാൻസിലെ ഡാസു ഏവിയേഷനുമായി ഒപ്പിട്ട കരാറിന്റെ ഭാഗമായാണ് ആദ്യ ഡാസു റഫാൽ ഫൈറ്റർ ജെറ്റ് വിമാനങ്ങൾ UAE കൈപ്പറ്റിയത്. ചരിത്രപരമായ ഇടപാടിന്റെ ഭാഗമെന്നാണ് UAE പ്രതിരോധ മന്ത്രാലയം ഇടപാടിനെ പ്രസ്താവനയിൽ വിശേഷിപ്പിച്ചത്. രാജ്യത്തിന്റെ പ്രതിരോധ രംഗം ആധുനികവൽക്കരിക്കാനുള്ള വിപുലമായ പദ്ധതിയുടെ ഭാഗമാണ് പുതിയ പോർ വിമാനങ്ങൾ. ആഗോളതലത്തിലും മേഖലയിലും നേരിടുന്ന പുതിയ സുരക്ഷാ വെല്ലുവിളികളെ നേരിടാൻ കരുത്തുറ്റതാണ് ഇതിലെ സംവിധാനങ്ങളെന്ന് മന്ത്രാലയം അഭിപ്രായപ്പെട്ടു. UAE പ്രതിരോധ സഹമന്ത്രി മുഹമ്മദ് ബിൻ മുബാറക് ഫദൽ അൽ മസ്റൂയി, ഫ്രഞ്ച് പ്രതിരോധ മന്ത്രി സെബാസ്റ്റ്യൻ ലക്കൂണോ തുടങ്ങിയവർ പോർ വിമാനങ്ങൾ കൈമാറുന്ന ചടങ്ങിൽ പങ്കെടുത്തു. പുതിയ വിമാനങ്ങളിൽ പൈലറ്റുമാർക്ക് പരിശീലനം നൽകുന്നതിനും കരാറിൽ വ്യവസ്ഥയുണ്ട്. 80 പോർ വിമാനങ്ങൾ വാങ്ങാൻ 16.6 ബില്യൺ യൂറോയുടെ കരാറാണ് ഫ്രാൻസുമായി UAE ഒപ്പിട്ടത്. മീഡിയ 1, ദുബായ്. ഒമാനിൽ പ്രവാസികൾക്കായി നിർമ്മിച്ച അനധികൃത വസതി പൊളിച്ചുമാറ്റി. സഹം വിലായത്തിലെ ആധുനിക റെസിഡൻഷ്യൽ പരിസരത്ത് പ്രവാസി തൊഴിലാളികൾക്കായി നിർമ്മിച്ച അനധികൃത വസതിയാണ് പൊളിച്ചുമാറ്റിയത്. നിയമലംഘകർക്കെതിരെ നോർത്ത് ബാത്തിന മുനിസിപ്പാലിറ്റിയുടെ ഇമ്മീഡിയറ്റ് റിമൂവൽ കമ്മിറ്റിയാണ് നടപടിയെടുത്തത്. അനധികൃത നിർമ്മാണങ്ങൾക്കെതിരായ തുടർ നടപടിയുടെ ഭാഗമാണിത്. മുനിസിപ്പൽ ചട്ടങ്ങൾ പാലിക്കാത്ത അനധികൃത സ്വത്തുക്കളെ ലക്ഷ്യമിട്ടാണ് കമ്മിറ്റിയുടെ ഏറ്റവും പുതിയ ക്യാമ്പയിൻ. സൗദി അറേബ്യയിലെ യാംബുവിൽ നിരവധി വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. മദീന മേഖലാ ഗവർണർ സൽമാൻ ബിൻ സുൽത്താനെതിരെയാണ് ഇവയുടെ പ്രഖ്യാപനങ്ങളും ഉദ്ഘാടനവും നിർവഹിച്ചത്. അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുന്നതിനും ടൂറിസം വികസനവും ലക്ഷ്യം വെച്ചുള്ള പദ്ധതികളാണ് നടപ്പാക്കുന്നത്.
യാംബു ഇൻഡസ്ട്രിയൽ സിറ്റിയിൽ പുതിയതായി നിർമ്മിച്ച അൽജാർ മറീനയുടെ ഉദ്ഘാടനമായിരുന്നു പദ്ധതികളിൽ പ്രധാനപ്പെട്ടത്. ഇതിന്റെ ഉദ്ഘാടനം ഗവർണർ നിർവഹിച്ചു. ബോട്ടുകൾക്കും ജെറ്റ് സ്കീയിങ്ങിനുമുള്ള സൗകര്യങ്ങൾ, മത്സ്യബന്ധനം, ഡൈവിംഗ് തുടങ്ങിയ നിരവധി വിനോദങ്ങളുണ്ട് ഇവിടെ. 2,60,000 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള കടൽ തീരത്ത് റിസോർട്ടുകൾ, റെസ്റ്റോറന്റുകൾ, കഫേകൾ എന്നിവയുൾപ്പെടെ സൗകര്യങ്ങളുമുണ്ട്. $400 ദശലക്ഷം റിയാൽ നിക്ഷേപത്തിൽ ഒത്തൈ മറീന പദ്ധതിയുടെ ശിലാസ്ഥാപനവും നടത്തി. ഷോപ്പിംഗ് മാൾ, ഹോട്ടൽ, വിനോദ കേന്ദ്രങ്ങൾ, റെസ്റ്റോറന്റുകൾ, സിനിമാശാലകൾ എന്നിവ ഈ പദ്ധതിയുടെ ഭാഗമാണ്. യാംബുവിനെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുന്നതിന്റെ ഭാഗമായി റോയൽ കമ്മീഷനും ഒത്തൈമും തമ്മിൽ നിക്ഷേപ കരാറും ഒപ്പുവെച്ചു. വിവിധ കോളേജുകളും സ്ഥാപനങ്ങളുമായി സഹകരിച്ച് പരിശീലന പരിപാടികൾ നടത്തുന്നതിനും ക്രിക്കറ്റിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള പദ്ധതികളിലും ഗവർണർ ഒപ്പുവെച്ചു. നിയാസ് യൂസഫ്, മീഡിയ 1, യാംബു. ബിറ്റ്കോയിൻ കുവൈറ്റ് എന്ന ക്രിപ്റ്റോ കറൻസിയിൽ നിക്ഷേപിച്ച് കുവൈറ്റിലെ വ്യാപാരികൾക്ക് ഒറ്റ ദിവസം നഷ്ടമായത് 4 കോടി ദിനാർ. അജ്ഞാത ഡെവലപ്പർ സൃഷ്ടിച്ച് പുതുതായി അവതരിപ്പിച്ച ക്രിപ്റ്റോ കറൻസിയാണ് ബിറ്റ്കോയിൻ കുവൈറ്റ്. ഇതിൽ കുറഞ്ഞ സമയത്തിനകം ധാരാളം പേർ നിക്ഷേപിച്ചിരുന്നു. ഇത്തരം തട്ടിപ്പുകൾ സാധ്യമാകുന്ന പഴുതുകൾ അടയ്ക്കാൻ അടിയന്തര നിയമപരിഷ്കാരങ്ങൾ വേണമെന്ന് കുവൈറ്റ് സൊസൈറ്റി ഫോർ ഇൻഫർമേഷൻ സെക്യൂരിറ്റിയുടെ പ്രസിഡന്റ് ഡോക്ടർ സഫ സമാൻ ആവശ്യപ്പെട്ടു. ഖത്തറിൽ സിംഹത്തിന്റെ ആക്രമണത്തിൽ കൗമാരക്കാരന് ഗുരുതര പരിക്ക്. ഉംസലാലിലെ വളർത്തു കേന്ദ്രത്തിൽ വെച്ചാണ് സിംഹം സ്വദേശിയായ യുവാവിനെ ആക്രമിച്ചതെന്ന് പ്രാദേശിക അറബി പത്രമായ അൽ ഷർക്ക് റിപ്പോർട്ട് ചെയ്തു. 2022 സ്വദേശിയായ കൗമാരക്കാരൻ 4 മാസം പ്രായമുള്ള സിംഹക്കുഞ്ഞിനെ വാങ്ങുന്നത്. എന്നാൽ അലർജി കാരണം പരിപാലനത്തിനും പരിശീലനത്തിനും വിദഗ്ധനായ ഒരാളെ ഏൽപ്പിച്ചു. സിംഹക്കുട്ടിയെ കാണാനെത്തിയപ്പോഴാണ് ആക്രമണമുണ്ടായത്. കഴിഞ്ഞ 2.5 വർഷത്തിനിടെ 3 തവണ മാത്രമാണ് ഇയാൾ താൻ വളർത്താൻ ഏൽപ്പിച്ച സിംഹത്തെ സന്ദർശിച്ചത്. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലും നവംബറിലും കാണാനെത്തിയപ്പോൾ സിംഹം കൂട്ടിനുള്ളിലായിരുന്നു. എന്നാൽ ഇത്തവണ എത്തിയപ്പോൾ സിംഹം കൂട്ടിന് പുറത്തായിരുന്നു. ഈ സമയം പരിശീലകനു കീഴിലെ 7 വയസ്സ് പ്രായമുള്ള മറ്റൊരു സിംഹം കൗമാരക്കാരനെ ആക്രമിക്കുകയായിരുന്നുവെന്ന് പ്രാദേശിക പത്രമായ ഷർക്ക് റിപ്പോർട്ട് ചെയ്തു. തലയ്ക്കും മുഖത്തും ആഴത്തിൽ മുറിവേറ്റ 17-കാരനെ ഉടൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശസ്ത്രക്രിയയ്ക്കു ശേഷം 4 ദിവസം തീവ്രപരിചരണ വിഭാഗത്തിലായിരുന്നു. 12 ദിവസത്തിനു ശേഷം വീട്ടിലേക്ക് മാറ്റുകയും ചെയ്തു. അപകടനില തരണം ചെയ്ത് ആരോഗ്യനില വീണ്ടെടുക്കുന്നതായി മാതാവ് അൽഷർക്കിനോട് പറഞ്ഞു. ഈ മാസം 12-നായിരുന്നു ആക്രമണം നടന്നത്. മീഡിയ 1, ദോഹ. കുവൈറ്റിൽ മയക്കുമരുന്ന് പിടികൂടി. കസ്റ്റംസിന്റെ നേതൃത്വത്തിൽ വിമാനത്താവളത്തിലും നുവൈസീബ്, അബ്ദാലി അതിർത്തികളിലും നടത്തിയ പരിശോധനയിലാണ് മയക്കുമരുന്ന് പിടികൂടിയത്. പ്രതികളിൽ നിന്ന് 67,000 ലഹരി ഗുളികകളും 2 പാർസലുകളും കണ്ടെത്തി. കുവൈറ്റിൽ പൗരത്വം റദ്ദാക്കപ്പെട്ടവർക്ക് പ്രത്യേക സാമ്പത്തിക സഹായം നൽകാൻ പദ്ധതിയുമായി സാമൂഹ്യക്ഷേമ മന്ത്രാലയം. ഭരണകൂടത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ആയിരക്കണക്കിന് ദിനാർ മാനുഷിക പരിഗണനയിൽ സഹായമായി നൽകുന്നത്. സുപ്രീം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ 10,000-കണക്കിന് പേരുടെ പൗരത്വമാണ് കുവൈറ്റ് റദ്ദാക്കിയത്. വിവിധ മന്ത്രാലയങ്ങളിലെ ഉന്നത തസ്തികയിലിരിക്കുന്നവർക്കും പതിറ്റാണ്ടുകൾക്ക് മുൻപ് സ്വന്തമാക്കിയ പൗരത്വവും ഇത്തരത്തിൽ റദ്ദാക്കിയിട്ടുണ്ട്. പഴകിയ ഉൽപ്പന്നം നൽകി വിഷബാധയുണ്ടായാൽ ഭക്ഷണ സ്ഥാപനങ്ങൾക്ക് പുറമെ വെയർഹൌസുകൾക്കും ഫാക്ടറികൾക്കും പിഴ ഈടാക്കും. 60,000 റിയാൽ വരെയായിരിക്കും പിഴ. സൗദി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റിയുടേതാണ് മുന്നറിയിപ്പ്. പഴകിയ ഉൽപ്പന്നം നൽകി വിഷബാധ ഉണ്ടാക്കുന്നതിനെതിരെയാണ് കർശന നടപടി. ഭക്ഷ്യവിതരണ നിയമങ്ങൾ പാലിക്കാത്ത ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ കടുത്ത നടപടിയായിരിക്കും സ്വീകരിക്കുക. ഭക്ഷ്യവിഷബാധ മൂലം ജീവഹാനി സംഭവിക്കുന്ന സാഹചര്യത്തിൽ അത്തരം കേസുകൾ പബ്ലിക് പ്രോസിക്യൂഷനായിരിക്കും കൈകാര്യം ചെയ്യുക. കിച്ചൺ, റെസ്റ്റോറന്റ്, സെയിൽസ് ഔട്ട്ലെറ്റുകൾ എന്നിവയിൽ നിന്നാണ് ഭക്ഷ്യവിഷബാധ കണ്ടെത്തിയതെങ്കിൽ 3,000 മുതൽ 30,000 റിയാൽ വരെ പിഴ ഈടാക്കും. ഭക്ഷ്യവിഷബാധ ഏൽക്കുന്ന ആളുകളുടെ എണ്ണത്തിനനുസരിച്ചായിരിക്കും പിഴ. വെയർഹൌസുകൾ, ഫാക്ടറികൾ, ഡിസ്ട്രിബ്യൂഷൻ എന്നീ മേഖലകളിലെ നിയമലംഘനത്തിന് 6,000 മുതൽ 60,000 റിയാൽ വരെ പിഴ ഈടാക്കും. അനുവദിച്ച അളവിലധികമുള്ള ബാക്ടീരിയകൾ അടങ്ങിയ ഭക്ഷണം, വൃത്തിഹീനമായ തൊഴിലാളികൾ എന്നിവ കണ്ടെത്തിയാലും പിഴ ഒടുക്കേണ്ടി വരും. സൗദി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റിയുടേതാണ് മുന്നറിയിപ്പ്. മിഷാൽ ചെർപ്പളശ്ശേരി, മീഡിയ 1, റിയാദ്.
ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ കുവൈറ്റ് റിപ്പബ്ലിക് ദിന സംഗമം സംഘടിപ്പിച്ചു. രാജ്യത്തിന്റെ കാവലാളായി ഭരണഘടനയെ സംരക്ഷിക്കാൻ മുഴുവൻ ജനങ്ങളും മുന്നോട്ടു വരണമെന്ന് യോഗം അഭിപ്രായപ്പെട്ടു. അബ്ബാസിയിൽ സംഘടിപ്പിച്ച സംഗമത്തിൽ പ്രസിഡന്റ് യൂനുസ് സലീം അധ്യക്ഷത വഹിച്ചു. മനാഫ് മാത്തോട്ടം, അനസ് മുഹമ്മദ്, സദീഖ് മദനി, മുനീർ കൊണ്ടോട്ടി, അബ്ദുൽ ലത്തീഫ് പേക്കാടൻ എന്നിവർ സംസാരിച്ചു. KIG കുവൈറ്റ് സാൽമിയ ഏരിയ ഇസ്രാ മെയ്റാജ് ദിനത്തോടനുബന്ധിച്ച് പഠന സംഗമം സംഘടിപ്പിച്ചു. സാൽമിയ സെൻട്രൽ ഹാളിൽ നടത്തിയ സംഗമത്തിൽ റിഷ്ദിൻ അമീർ അധ്യക്ഷത വഹിച്ചു. KIG കേന്ദ്ര സമിതി അംഗം ഡോക്ടർ അലിഫ് ഷുക്കൂർ പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തി. ജമാഅത്തെ ഇസ്ലാമി വണ്ടൂർ ഏരിയ പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ്, നിസാർ K റഷീദ്, ആസിഫ് V ഖാലിദ് എന്നിവർ സംസാരിച്ചു. കേരളത്തിന്റെ റബ്ബർ വ്യവസായത്തിലേക്ക് പ്രവാസികളുടെ നിക്ഷേപം തേടി കേരള റബ്ബർ ലിമിറ്റഡ് അധികൃതർ ദുബായിലെത്തി. കോട്ടയത്തെ വെല്ലൂരിൽ റബ്ബർ വ്യവസായ മേഖലയിൽ വ്യവസായം ആരംഭിക്കാൻ റബ്ബർ ലിമിറ്റഡ് സൗകര്യമൊരുക്കും. ആദ്യമായാണ് കേരളത്തിന് പുറത്തുനിന്ന് റബ്ബർ മേഖലയിലേക്ക് നിക്ഷേപം ആകർഷിക്കാൻ റബ്ബർ ലിമിറ്റഡ് ശ്രമം നടത്തുന്നത്. ദുബായിൽ നിന്ന് ഷിനോജ് ശംസുദ്ദീൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. റബ്ബറിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിന് പ്രവാസികളിൽ നിന്ന് നിക്ഷേപം തേടി കേരള റബ്ബർ ലിമിറ്റഡ് ദുബൈയിൽ എത്തിയിരിക്കുകയാണ്. റബ്ബർ ലിമിറ്റഡിൻ്റെ ഉപദേശകൻ കരിമ്പുഴ രാമൻ നമ്മോടൊപ്പം ചേരുകയാണ്. ഏതൊക്കെ പദ്ധതികളിലേക്കാണ് ഇപ്പോൾ പ്രവാസികളിൽ നിന്ന് നിക്ഷേപം ആകർഷിക്കുന്നത്? നമ്മൾ ഇന്ത്യയിലെ 70% റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലാണ്. ഈ 70% റബ്ബർ നമ്മൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഇത് കംപ്ലീറ്റ് കടന്നു പോകുന്നത് പാലക്കാടൻ ചുരം താണ്ടി മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്കാണ്. അപ്പോൾ കേരളത്തിൽ തന്നെ ഇതിൻ്റെ ഒരു വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ ഉള്ള പൊട്ടൻഷ്യൽ വളരെ വലുതാണ്. അപ്പം ഇത് ഗവൺമെൻറ്റും നിങ്ങൾക്കെല്ലാം അറിയാം, കേരളത്തിൽ നമ്മളെ സർക്കാരാണ് ഇന്ത്യയിലെ വ്യവസായത്തിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നുള്ളതിന് ഏറ്റവും വലിയ അവാർഡ് ഇന്ത്യയിൽ കേരളത്തിനാണ് ഈയിടെ ലഭിച്ചത്. അത് ആരാധനായ രാജേഷ് മന്ത്രി, ലോക്കൽ സെൽഫ് ഗവൺമെൻറ് മന്ത്രിക്കും വ്യവസായ മന്ത്രി ശ്രീ രാജീവിനുമുള്ളൊരു തൂവൽ തന്നെയാണ്. എന്താ വെച്ചാൽ ഇവർ രണ്ടാളും കോർഡിനേറ്റ് ചെയ്തിട്ടുള്ള അതാണ് നമ്മുടെ ലൈസൻസിങ് മുഴുവൻ ഇന്ന് വളരെ സുതാര്യമാവുകയും സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ആവുകയും ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചിന്തിച്ചപ്പോൾ പൊട്ടൻഷ്യൽ ഫോർ റബ്ബർ ബേസ്ഡ് ഇൻഡസ്ട്രി വളരെ ഹ്യൂജാണ്. അപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നും ഇൻഡസ്ട്രി ഇപ്പോൾ ഇൻവെസ്റ്റ് കേരള വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദ പൊട്ടൻഷ്യൽ ടു സ്റ്റാർട്ട് ഇൻഡസ്ട്രി ഇൻ കേരള റബ്ബർ ബേസ്ഡ് വളരെ എളുപ്പമാണ്. നമ്മൾ വൈക്കത്തിനടുത്തുള്ള വൈക്കം താലൂക്കിലുള്ള പഴയ ന്യൂസ് പ്രിൻറ്റിൻ്റെ അവിടെ അറൗണ്ട് 350 ഏക്കേഴ്സ് ലാൻഡിൽ ഒരു കേരള റബ്ബർ ലിമിറ്റഡിൻ്റെ ഒരു കൺസോർഷ്യം ഓഫ് ഇൻഡസ്ട്രി അറൗണ്ട് 80 എൻ്റർപ്രണേഴ്സിന് റബ്ബർ ബേസ്ഡ് ഇൻഡസ്ട്രി തുടങ്ങാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക. ഇതിൽ മൂല്യവർദ്ധിതമായിട്ടുള്ള എന്ത് പ്രോഡക്ട്സും നമുക്ക് ചെയ്യാം. R&D, ടയർ ഇങ്ങനെ റബ്ബർ ബേസ്ഡ് എനിത്തിങ് ഈസ് പോസിബിൾ. അതിനുള്ള സപ്പോർട്ട് സിസ്റ്റമായിട്ടാണ് ഗവൺമെൻറ് മുമ്പോട്ട് വന്നിരിക്കുന്നത്. ഇതാദ്യമായിട്ടാണോ ഇപ്പോൾ ഒരു ഗൾഫ് രാജ്യത്തിൽ ഇങ്ങനൊരു പദ്ധതി പ്രവാസികൾക്ക് മുന്നിൽ റബ്ബർ ലിമിറ്റഡ് മുന്നോട്ട് വെക്കുന്നത്? അതാദ്യമായിട്ട് തന്നെയാണ് നമ്മൾ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആയിക്കൊണ്ട് വരികയാണ്. അതാദ്യമായിട്ടാണ് കേരളത്തിൽ നിന്ന് നമ്മൾ പുറത്തു വന്ന് ഇങ്ങനെയൊന്ന് ഇവിടെ കിട്ടിയ ഒരു എൻകറേജ്മെൻറ്റ്. ഇന്നിപ്പോൾ അറ്റൻഡ് ചെയ്തൊരു ദുബായിലൊരു 35-36 എൻ്റർപ്രണേഴ്സ് അവരെല്ലാവരും തന്നെ വളരെ അമേസിംഗ് ആയിരുന്നു. അവരെല്ലാം പറയുന്നത് കേരളം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡെസ്റ്റിനേഷനായി മാറിയിട്ടുണ്ടെന്നുള്ളൊരു തിങ്കിങ് നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസിനുണ്ട്. ഒരു ഫ്യൂച്ചറിസ്റ്റിക് വാട്ട് വി ക്യാൻ ഗിവ് ഇറ്റ് ടു ദ കേരള എന്നുള്ളൊരു തിങ്കിങ് പ്രോസസ് നമ്മുടെ ആൾക്കാർക്കിടയിൽ വന്നത് വളരെ അത് നമ്മളുടെ ഇൻഡസ്ട്രിയൽ ക്ലൈമറ്റ് ചേഞ്ചായി എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ്. നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും രാജീവ് ജിക്കും വ്യവസായ മന്ത്രിക്കും ഒരു പൊൻതൂവൽ തന്നെയാണത്. ഇപ്പോൾ എത്ര ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നമ്മൾ ഈ റബ്ബർ മേഖലയിലേക്ക് ഗൾഫിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്, ലക്ഷ്യമിടുന്നത്? റബ്ബർ മേഖലയിലേക്ക് ഇപ്പോൾ നോക്കിയാൽ നിങ്ങൾ സിംഗിൾ പ്രോഡക്ട്സ് എടുത്ത് നോക്കിയാൽ തന്നെ ടയർ ഇൻഡസ്ട്രി തന്നെ വലിയൊരു ഇൻഡസ്ട്രിയാണ്. ഇഫ് സംബഡി ഈസ് കമ്മിങ് ടു ദ ടയർ ഇൻഡസ്ട്രി ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് എ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ്. ദിസ് ഈസ് കേരള റബ്ബർ ലിമിറ്റഡ് വിൽ ഗിവ് അറൗണ്ട് ഒരു 3000 പേർക്ക് ഡയറക്റ്റായിട്ടും ഒരു 7-8,000 പേർക്ക് പരോക്ഷമായിട്ടും ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇതുകൂടാതെ വാട്ട് യു വാണ്ട് ടു ഡു ദ എൻ്റർപ്രണർ PPP മോഡലിൽ വരുമ്പോൾ ദ എൻ്റർപ്രണറുടെ വിഷൻ അതിന് തക്കതായ എല്ലാ സപ്പോർട്ട് സിസ്റ്റവും കേരള റബ്ബർ ലിമിറ്റഡിന് ചെയ്യാൻ പറ്റും. അതുകൂടി ആവുമ്പോൾ ഈ സിനർജി 1+1 ഉള്ളത് ഒരു 7 or 8 ആയി മാറും ഇൻസ്റ്റെഡ് ഓഫ് 2. അപ്പോൾ ദ പൊട്ടൻഷ്യൽ ഇറ്റ്സ് ഈസിലി ഒരു 5,000 crore പോകാനൊന്നും വലിയൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തൊരു സെക്ടറാണ് നമ്മൾ തൊട്ടുകൊണ്ടിരിക്കുന്നത്. ലുക്ക് അറ്റ് ദ ഗ്ലൗസ് ഇൻഡസ്ട്രി ടുഡേ. ഗ്ലൗസ് ഇൻഡസ്ട്രി ഈസ് അമേസിംഗ്ലി ഗ്രോയിങ്. കേരളത്തിൽ പുറത്ത് എല്ലാം ഇന്ത്യൻ ഗ്ലൗസിൻ്റെ 20% കൊച്ചിയിലുള്ളൊരു കമ്പനിക്കാണ് മാർക്കറ്റ് ഷെയർ. അപ്പോൾ ഇതെല്ലാം കൂടി നോക്കിയാൽ ഞാൻ പറഞ്ഞ ടയർ ഇൻഡസ്ട്രി മാത്രം തൊട്ടാൽ തന്നെ 5,000 and above
കേരളത്തിൽ മാത്രമുണ്ട്. അപ്പോൾ പൊട്ടൻഷ്യൽ ഈസ് വെരി ഹ്യൂജ്. ഇപ്പോൾ കേരളത്തിൽ വെല്ലൂരിനടുത്ത് ഒരു പദ്ധതി മുന്നോട്ട് വെച്ച് അതാണല്ലോ ഇവിടെ അവതരിപ്പിച്ചത്. അതിൽ എത്രമാത്രം എന്തൊക്കെ ഇതാണ് ഇപ്പോൾ സൗകര്യങ്ങളാണ് ഇപ്പോൾ കൊടുക്കുന്നത്? അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ നമ്മൾ മുന്നോട്ട് വെക്കുന്നുണ്ടോ? അവിടെ ഇനീഷ്യലി നമ്മൾ KSIDCയും KFC ഓൾസോ അമേസിംഗ്ലി സപ്പോർട്ട് ആൻഡ് ദ സ്റ്റാർട്ടപ്പ് വേറൊരു ഏരിയ ഉണ്ട്. KSIDC ഈസ് റിയലി സപ്പോർട്ടിങ് ദ ഇൻഡസ്ട്രിയൽ ക്ലൈമറ്റ് ആൻഡ് KFC ഓൾസോ. അപ്പം ഇവർ ഫണ്ടിങ് സപ്പോർട്ട് ഇവർ കിട്ടും എൻ്റർപ്രണർ എന്ന നിലയ്ക്ക്. കൂടാതെ ദുബായ് ബേസ്ഡ് NRIൻ്റെ ഒരു സപ്പോർട്ടും ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുമ്പോൾ ദേ ക്യാൻ തിങ്ക് ഓഫ് ഡിഫറെൻറ്റ് ബാങ്കിങ് ഓപ്ഷൻസ് ഓൾസോ. അപ്പം പൊട്ടൻഷ്യൽ ഈസ് പ്രട്ടി ഹ്യൂജ്. ഹൗ ക്രിയേറ്റീവ് യു ആർ എന്നുള്ളതാണ് ഇതിൽ കാര്യം. ഇപ്പോൾ ദുബായ് കഴിഞ്ഞു, ഇനി അടുത്ത് എവിടെയാണ് ഇത്തരം ഒരു NRI മീറ്റ്? ഇപ്പോൾ നമ്മൾ വി ആർ നോട്ട് തോട്ട് ഓഫ് ദ എൻകറേജ്മെൻറ്റ് വി ഗോട്ട്. We will discuss with Madam Sheila Thomas, who is the chairman and managing director, and also with the government. And also we welcome people. അടുത്ത മാസം നമ്മൾ തുടങ്ങാൻ പോകുന്ന ഇൻവെസ്റ്റ് കേരളയ്ക്ക് ഇവരെല്ലാവരും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവരെല്ലാം കൂടി വരുമ്പോൾ അവിടെ നമുക്കൊരു കരടുരേഖ ഉണ്ടാക്കി മുമ്പോട്ട് പോകാൻ പറ്റുമെന്നുള്ളൊരു പോസിറ്റിവിറ്റി ഇവിടെ നിന്ന് കിട്ടിയ വലിയൊരു എൻകറേജ്മെൻറ്റ് തന്നെയാണ്. താങ്ക് യു. എന്തായാലും കേരളത്തിലെ റബ്ബർ മേഖലയിലേക്ക് പ്രവാസികളുടെ നിക്ഷേപം കൂടുതൽ എത്തുമെന്ന പ്രതീക്ഷയാണ് കരിമ്പുഴ രാമൻ പങ്കുവെക്കുന്നത്. യാസർ അറഫാത്തിനൊപ്പം ഷിനോഷ് ഷംസുദ്ദീൻ, മീഡിയ 1 ദുബായ്. ഒമാൻ തൃശൂർ ഓർഗനൈസേഷൻ IMA നെടുമ്പാശ്ശേരിയുമായി സഹകരിച്ച് ആരോഗ്യ ബോധവൽക്കരണവും CPR കോച്ചിംഗ് ക്ലാസും സംഘടിപ്പിക്കുന്നു. ഓട്ടോ പൾസ് 2025 എന്ന പേരിൽ നടത്തുന്ന ബോധവൽക്കരണ ക്ലാസ് പ്രവാസി യുവാക്കൾക്കിടയിൽ കണ്ടുവരുന്ന അകാല മരണങ്ങളുടെ സാഹചര്യത്തിലാണ് സംഘടിപ്പിക്കുന്നതെന്ന് ഒമാൻ തൃശൂർ ഓർഗനൈസേഷൻ ഭാരവാഹികൾ പറഞ്ഞു. സൗദിയിൽ അടുത്ത ചൊവ്വാഴ്ച വരെ ശക്തമായ തണുപ്പ് തുടരും. റിയാദ്, മദീന, വടക്ക് പടിഞ്ഞാറൻ അതിർത്തി പ്രദേശങ്ങൾ ഉൾപ്പെടെയാണ് തണുപ്പ് ശക്തമാവുക. അസീർ, ജീസാൻ, നജ്റാൻ എന്നിവിടങ്ങളിൽ ഇന്ന് നേരിയ തോതിൽ മഴ ലഭിച്ചു. വരുന്ന 4 ദിവസം രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ തണുപ്പ് ശക്തമാവുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത്. തബൂക്ക്, ഹായിൽ, അൽഖസീം, റിയാദ്, മദീന, അറാർ, സക്കാക്ക, തുറൈഫ് എന്നിവിടങ്ങളിലാണ് കൂടുതൽ തണുപ്പ് മുന്നറിയിപ്പുള്ളത്. ഇന്ന് ഹായിൽ, തുറൈഫ് പ്രദേശങ്ങളിലെ ഏറ്റവും കുറഞ്ഞ താപനില 2 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തി. സക്കാക്ക, അറാർ, കുറയാത്ത് എന്നിവിടങ്ങളിൽ 4 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ഇന്നത്തെ ഏറ്റവും കുറഞ്ഞ താപനില. നജ്റാൻ, അസീർ, അൽബഹ എന്നീ മേഖലയിൽ നേരിയ തോതിൽ മഴയും ലഭിച്ചു. നാളെ പുലർച്ചെ റിയാദിൽ 6 ഡിഗ്രിയും ഹാലിലും അറാറിലും 2 ഡിഗ്രിയുമായിരിക്കും കുറഞ്ഞ താപനില. മഴമേഘം മൂടിയ കാലാവസ്ഥയിലാണ് തണുപ്പ് വർദ്ധിക്കുന്നത്. സാബിത് സലീം, മീഡിയ 1 ജിദ്ദ. കലാക്കുവൈറ്റ് 46ാമത് വാർഷിക പ്രതിനിധി സമ്മേളനം പുരോഗമന കലാസാഹിത്യ സംഘം സെക്രട്ടറി ഡോക്ടർ MA സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. സീതാറാം യെച്ചൂരി നഗറിൽ നടന്ന സമ്മേളനത്തിൽ 4 മേഖലകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 361 പ്രതിനിധികൾ പങ്കെടുത്തു. പ്രസിഡന്റായി മാത്യു ജോസഫിനെയും ജനറൽ സെക്രട്ടറിയായി TV ഹിക്മത്തിനെയും PB സുരേഷിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. 89 യൂണിറ്റ് സമ്മേളനങ്ങളും 4 മേഖലാ സമ്മേളനങ്ങളും പൂർത്തീകരിച്ചാണ് കേന്ദ്ര സമ്മേളനം നടത്തിയത്. സൗദിയിലെ ദമാമിൽ കുട്ടനാട് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സംഗമം സംഘടിപ്പിച്ചു. സാജിദ് ആറാട്ടുപുഴ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിനോടനുബന്ധിച്ച് ഗാനമേള, നൃത്തസന്ധ്യ തുടങ്ങിയ വിവിധ കലാപരിപാടികളും അരങ്ങേറി. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തിത്വങ്ങളെ ആദരിക്കുന്ന ചടങ്ങും സംഗമത്തിന്റെ ഭാഗമായി. ബിന്ദു മാർട്ടിൻ, സജി മുട്ടാർ, മാർട്ടിൻ മുണ്ടയ്ക്കൽ തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി. കുവൈറ്റ് KMCC സംസ്ഥാന മതകാര്യ സമിതി ഇസ്രാ മേറാജ് ചരിത്രവും വർത്തമാനവും പരിപാടി സംഘടിപ്പിച്ചു. ഫർവാനിയ ദജീജ് മെട്രോ മെഡിക്കൽ ഹാളിൽ റൌഫ് അൽ മഷ്ഹൂർ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഇഖ്ബാൽ മാവിലാടം അധ്യക്ഷത വഹിച്ചു. ഉസ്മാൻ ദാരിമി അടിവാരം, സാജു ചെമ്മനാട് എന്നിവർ വിഷയം അവതരിപ്പിച്ചു. യഹ്യ ഖാൻ മൗലവി, ഖാലിദ് പള്ളിക്കര എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കുവൈറ്റിലെ അഹമ്മദിയിൽ മദ്യപിച്ച നിലയിൽ കണ്ടെത്തിയ പ്രവാസിയെ നാടുകടത്താൻ നിർദ്ദേശം. അസാധാരണ പെരുമാറ്റം കാരണം ഉദ്യോഗസ്ഥർക്ക് സംശയം തോന്നുകയായിരുന്നു. പരിശോധനയിൽ കുപ്പിയിൽ മദ്യമടങ്ങിയിട്ടുണ്ടെന്ന് കണ്ടെത്തി. തുടർന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇയാളെ നാടുകടത്തൽ വകുപ്പിലേക്ക് നിർദ്ദേശം നൽകി. കർശന മദ്യപാന നിയമങ്ങളുള്ള കുവൈറ്റിലെ അധികൃതർ പ്രവാസിയെ ഉടൻ നാടുകടത്തും.